ഹായ് ഗായ്സ്. ഈ സിനിമയുടെ കഥ ഞാൻ പറഞ്ഞു തന്നാലും, അല്ലെങ്കിൽ വേറൊരാൾ നിങ്ങളോട് പറഞ്ഞു തന്നാലും ചിലപ്പം നിങ്ങൾക്കിത് വിശ്വസിക്കാൻ പറ്റിയെന്ന് വരില്ല. അല്ലെങ്കിൽ ഇത് ഉണ്ടാക്കി പറയുന്ന ഒരു കഥയായിട്ട് നിങ്ങൾക്ക് തോന്നിയെന്നിരിക്കാം. അതുകൊണ്ട് തന്നെയാണ് ഈ സിനിമയുടെ പേര് ബിലീവ് മീ ദ അബ്ഡക്ഷൻ ഓഫ് ലിസ മാക്കേ എന്നിട്ടിരിക്കുന്നത്. നമ്മൾ ഈ അബ്ഡക്ഷൻ മൂവീസൊക്കെ കണ്ടിട്ടുണ്ടല്ലേ? ഒരു സീരിയൽ കില്ലർ വന്നിട്ട് ഒരു വിക്ടിമിനെ തട്ടിക്കൊണ്ടുപോവുക, അയാളെ ശാരീരികമായിട്ട് പീഡിപ്പിക്കുക, പിന്നീട് കൊന്നിട്ട് എവിടെയെങ്കിലുമൊക്കെ ഉപേക്ഷിച്ചിട്ട് പോവുക എന്നുള്ളത്. ഇതും അതുപോലെ ഒരു സിനിമയാണ്. പക്ഷേ ഈ സിനിമയിലൊരു പ്രത്യേകതയുണ്ട്. അതായത് നമ്മുടെ ഈ സാധാരണ ഈ സീരിയൽ കില്ലർ മൂവീസിലൊക്കെ നമ്മുടെ വിക്ടിമിനെ രക്ഷിക്കാനായിട്ട് ഒരു മെയിൻ ക്യാരക്ടർ വരുന്നുണ്ടാവും. ഒരു നായക കഥാപാത്രം വരുന്നുണ്ടാവും. അയാൾ വന്നിട്ടാണ് ഈ സീരിയൽ കില്ലറിനെ ഇടിച്ച് തോൽപ്പിച്ചിട്ട് നമ്മുടെ വിക്ടിമിനെ രക്ഷിച്ചിട്ട് പോകുന്നത്. പക്ഷേ ഈ സിനിമയിൽ അങ്ങനെയല്ല. ഈ സിനിമയിൽ വിക്ടിം തന്നെയാണ് വിക്ടിമിനെ രക്ഷിച്ചെടുക്കുന്നത്. സോ അതെങ്ങനെയാണ് വിക്ടിമിനെ രക്ഷിച്ചെടുക്കണമെന്ന് കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ സിനിമ കണ്ടിരിക്കണം. കാരണം ഇതിൽ കൂടുതൽ എന്ത് പറഞ്ഞാലും ഇത് ഒരു സ്പോയിലറായിട്ട് പോകും. ഈ സിനിമ കാണാൻ കുറച്ചുകൂടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുകയാണെങ്കിൽ ഇത് ശരിക്കും നടന്നിട്ടുള്ള ഒരു കഥയാണ്. ഇതൊരു ട്രൂ ക്രൈം സ്റ്റോറി ആയിട്ടാണ് ഈ സിനിമ വന്നിരിക്കുന്നത്. അമേരിക്കയിൽ ഫ്ലോറിഡയിൽ നടന്നിട്ടുള്ള ഒരു കഥ. ഒരു സീരിയൽ കില്ലർ ലിസ എന്ന് പറയുന്ന 17 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ അബ്ഡക്റ്റ് ചെയ്തുകൊണ്ട് പോവുകയും ആ പെൺകുട്ടിയുടെ കഴിവ് ഉപയോഗിച്ച്, അല്ലെങ്കിൽ കൺവിൻസിങ് പവർ ഉപയോഗിച്ച് ഈ കൊലയാളിയുടെ കയ്യിൽ നിന്നും സ്വയം രക്ഷപ്പെട്ട് വരികയും പിന്നീട് ഈ കൊലയാളിയെ പോലീസിന് കാട്ടിക്കൊടുക്കുകയൊക്കെ ചെയ്യുന്ന ഭയങ്കര ത്രസിപ്പിക്കുന്ന ഒരു ഇമോഷണലി ഒരു യാത്ര കൊണ്ടുപോകുന്ന രീതിയിലുള്ളൊരു സിനിമയാണ്. 17 വയസ്സുള്ള ഈ ലിസ എന്ന പെൺകുട്ടി തൻ്റെ വയസ്സിൻ്റെ ഇരട്ടിയിലധികം പ്രായമുള്ള 45ഓളം വയസ്സ് വരുന്ന ഒരു സീരിയൽ കില്ലറിൻ്റെ കയ്യിൽ നിന്ന് എങ്ങനെ ഇവൾ രക്ഷപ്പെട്ട് വരുമെന്ന് ഉള്ളത് ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ളൊരു ജേണി ആയിട്ടാണ് ഈ സിനിമ നമുക്ക് കാണിച്ചു തരുന്നത്. ലിസ വളരെ അതിക്രൂരമായി ബലാത്സംഗം ചെയ്യപ്പെടുന്നു. ആ സാഹചര്യത്തിലും ലിസ ഹോപ്പ് കൈവിടുന്നില്ല. ലിസ ഒരു കറേജിയസ് ആയിട്ടുള്ള, ഇൻസ്പിറേഷൻ എടുക്കാൻ പറ്റിയ പവർഫുൾ ആയിട്ടുള്ളൊരു ഒരു മൈൻഡ് സെറ്റുള്ള ഒരാളാണ്. ലിസയുടെ സർവൈവൽ ഇൻസ്റ്റിങ്ക്റ്റ് ആണ് ആ സമയം ലിസ ഉപയോഗിച്ചിട്ട് ഏത് തരത്തിൽ ഇയാളെ കൺവിൻസ് ചെയ്താൽ തനിക്ക് ജീവൻ നഷ്ടപ്പെടാതെ അവിടുന്ന് പുറത്തു വരാം. അതാണ് ലിസ അവിടെ ചെയ്യുന്നത്. ലിസ ഈ 10ഓളം ആളുകളെ കൊന്ന ഈ സീരിയൽ കില്ലറെ കൺവിൻസ് ചെയ്തിട്ട് ലിസ അയാളുടെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ട് പുറത്തു വരികയാണ്. ലിസ അങ്ങനെ വെറുതെ രക്ഷപ്പെട്ട് പുറത്തു വരികയൊന്നും അല്ല ചെയ്തത്. ലിസ രക്ഷപ്പെട്ട് പുറത്തു വരുന്നതിൻ്റെ ആ ഇടയ്ക്ക് വെച്ച് ഇയാളെ പിടിക്കാനുള്ള തെളിവുകൾ മുഴുവൻ ലിസ ശേഖരിക്കുന്നു. ലിസ പല തെളിവുകളും അവിടെ അവശേഷിപ്പിക്കുന്നു. അതിനുശേഷം പോലീസുകാർക്ക് ഇയാളെ പിടിക്കാനുള്ള സഹായങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുകയും ചെയ്ത് ഇയാളെ പോലീസിൻ്റെ അല്ലെങ്കിൽ നിയമത്തിൻ്റെ വലയിൽ അകപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് ലിസ. വളരെ കുറച്ച് ക്യാരക്ടേഴ്സ് മാത്രമേ ഈ സിനിമയിലുള്ളൂ. ലിസയുണ്ട്, ലിസയുടെ ഗ്രാൻഡ് മദറുണ്ട്, ഗ്രാൻഡ് മദറിൻ്റെ ഒരു ബോയ് ഫ്രണ്ട് ഉണ്ട്. ലിസയുടെ ഗ്രാൻഡ് മദറും ലിസയുടെ ഗ്രാൻഡ് മദറിൻ്റെ ബോയ് ഫ്രണ്ടും എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ഭയങ്കര നമ്മൾ ഹേറ്റ് ചെയ്യുന്ന 2 ക്യാരക്ടേഴ്സാണ് ഇവർ. ഇങ്ങനെ 2 ക്യാരക്ടേഴ്സിനെ, അല്ലെങ്കിൽ ഇങ്ങനെ 2 റിലേഷൻ ഒരാൾക്കും ജീവിതത്തിൽ ആർക്കും കിട്ടരുതെന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള 2 ക്യാരക്ടേഴ്സാണ് ഇവിടെ. പിന്നെ പോലീസുകാരുണ്ട്. ഈ ലിസ ഈ ഇൻസിഡൻറ്റ് കഴിഞ്ഞിട്ട് ഓടി വരുന്നത് തൻ്റെ ഫാമിലിയിലേക്കാണ്. ഫാമിലിയിലേക്ക് വന്നിട്ട് ലിസ പറയുന്നത് എന്നെ തട്ടിക്കൊണ്ടുപോയി, എന്നെ പീഡിപ്പിച്ചു, ഇങ്ങനെയൊക്കെ പറയുമ്പോഴും ഫാമിലി പറയുന്നതെന്നുള്ള ലിസ ഒരു കള്ളം പറയുകയാണെന്ന്. ലിസ ബോയ് ഫ്രണ്ടിൻ്റെ കൂടെ എവിടെയോ കറങ്ങാൻ പോയിട്ട് തിരിച്ചു വന്നിട്ട് കള്ളം പറയുകയാണെന്നാണ് ഫാമിലി പോലും ലിസയോട് പറയുന്നത്. ലിസ പറയുന്നത് ഫാമിലി പോലും വിശ്വസിക്കുന്നില്ല. പിന്നെയാണ് പോലീസുകാരും വിശ്വസിക്കുന്നില്ല ലിസ പറയുന്നത്. ലിസ ഭയങ്കരമായിട്ട് ഡീറ്റെയിൽ ചെയ്യുന്നതുകൊണ്ട് അവർ പറയുന്നത് ലിസ പറയുന്നത് കള്ളമാണ്. പോലീസുകാരും പറയുന്നത് ലിസ പറയുന്നത് കള്ളമാണ്, എന്തിനാണ് ഇങ്ങനെ കള്ളം പറയുന്നത്. പക്ഷെ ഒരാൾ മാത്രം ലിസയെ വിശ്വസിക്കും. ആ ഒരാൾ ആരാണെന്ന് എനിക്ക് പറയാൻ താല്പര്യമില്ല. നിങ്ങൾ സിനിമ കണ്ടു നോക്കണം. കണ്ടു നോക്കി നിങ്ങൾ ഈ സിനിമ എന്താ പറയുക, ഈ സിനിമയിൽ ഇൻസ്പിറേഷനാണ് ഞാൻ പറഞ്ഞു അല്ലേ. ഇത്തരം ഒരു സാഹചര്യത്തിൽ ഒരു ബോയോ ഒരു ഗേളോ അകപ്പെട്ടു പോകരുതെന്ന് നമ്മളെല്ലാവരും ആഗ്രഹിക്കും. ബട്ട് ഇൻ കേസ് നമുക്ക് ആർക്ക് വേണമെങ്കിലും ഇങ്ങനെ സാഹചര്യം വരാൻ ലൈഫിൽ. സോ അങ്ങനെ ആർക്കെങ്കിലും വരികയാണെങ്കിൽ ഈ സിനിമ കാണുന്ന വഴി നമുക്കൊരു വേ തുറന്നു കിട്ടും. അല്ലെങ്കിൽ നമുക്കൊരു കാര്യം മനസ്സിലാക്കാം. ഇങ്ങനൊരു സാഹചര്യത്തിൽ പെട്ടുപോയ ഒരു പെൺകുട്ടി എങ്ങനെ രക്ഷപ്പെട്ടു, ഏത് തരത്തിൽ ഇയാളെ കൺവിൻസ് ചെയ്ത് ഇയാളുടെ മെൻ്റൽ സ്റ്റാറ്റസിനെ ഏത് രീതിയിലേക്ക് മാനിപ്പുലേറ്റ് ചെയ്തിട്ട് രക്ഷപ്പെട്ടു എന്നൊക്കെ ഉള്ളത് നമുക്ക് മനസ്സിലാക്കാൻ. ലിസ എന്ന് പറയുകയാണെങ്കിൽ വളരെ കറേജിയസും വളരെ സർവൈവൽ ഇൻസ്റ്റിങ്ക്റ്റ് ഉള്ളതും വളരെ ലവബിൾ ആൻഡ് ഇമോഷണൽ ആയിട്ടുള്ളൊരു ക്യാരക്ടറായിട്ടാണ് ഈ സിനിമയിൽ ഡെപ്പിക്റ്റ് ചെയ്തിരിക്കുന്നത്. ഞാൻ പറഞ്ഞു ഇതൊരു ശരിക്കും നടന്നിട്ടുള്ള കഥയാണ് എന്ന് ഞാൻ പറഞ്ഞു. ഈ ലിസ എന്ന പെൺകുട്ടി ഇപ്പോൾ താൻ അബ്ഡക്റ്റ് ചെയ്യപ്പെട്ട അതേ കൗണ്ടിയിൽ ഒരു പോലീസ് ഓഫീസറായിട്ട് ഇപ്പോൾ ലിസ വർക്ക് ചെയ്യുകയാണ്. ലിസ അവിടെ കുട്ടികൾക്കിടയിലുള്ള സെക്സ് ക്രൈംസ് ഒക്കെ ഡീൽ ചെയ്യുന്ന, അല്ലെങ്കിൽ സെക്സ് ക്രൈംസിനെ കുറിച്ച് അന്വേഷിക്കുന്ന ഒരു പോലീസ് ഓഫീസറായിട്ട്
ലിസ പിന്നീട് ലൈഫിൽ മാറുകയും ചെയ്തിട്ടുണ്ട്. സോ ദിസ് മൂവീസ് ഓൾ ടാക്ക് ഓഫ് ഇൻസ്പിറേഷൻ. ഈവൻ ദോ ലിസയ്ക്ക് സംഭവിച്ചത് ആർക്കും സംഭവിക്കാൻ പാടില്ലാത്തൊരു ഒരു ഒരു മിസ്ക്രിയൻ്റാണ്, അല്ലെങ്കിൽ ഒരു മോശം സംഭവമാണ് എങ്കിൽ പോലും ഈ സിനിമ കാഴ്ചക്കാരെന്ന നിലയിൽ നമുക്ക് തരുന്ന ഒരു ഇൻസ്പിറേഷൻ വളരെ വലുതാണ്. സോ കണ്ടിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും കണ്ടുപോകുക. ഇനി കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻസിൽ രേഖപ്പെടുത്തുക. അപ്പോൾ വേറൊരു സിനിമയായിട്ട്, ഇതൊരു റിവ്യൂ അല്ല, ഓർക്കണം. ഇതെനിക്ക് ഇഷ്ടപ്പെട്ട സിനിമകളെ കുറിച്ച് ഞാൻ പറയുന്നൊരു കാര്യം മാത്രമാണ്. സോ വേറൊരു സിനിമയായിട്ട് വീണ്ടും കാണാം. അപ്പോൾ ബൈ.